സക്സസ് ഫയലിലേക്ക് സ്വാഗതം. SSCRT അധ്യായങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നോക്കിയിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. റിസർവ് ബാങ്കിന്റെ തലവൻ ആരാണ്? റിസർവ് ബാങ്കിന്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണറാണ്. റിസർവ് ബാങ്ക് ഗവർണറാണ് റിസർവ് ബാങ്കിന്റെ തലവൻ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1-നാണ്. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എവിടെയാണ്? എവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്? കൊൽക്കത്തയിലാണ്. 1935 ഏപ്രിൽ 1-ന് കൊൽക്കത്തയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഏത് നിയമപ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്? ഏത് നിയമപ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയത് ഏത് വർഷത്തിലാണ്? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയ വർഷം 1937-ലാണ്. 1937-ലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടത് എന്നാണ്? റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949-ലാണ്. 1949-ലാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടത്. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവ മണ്ണാണ്. കരേവ മണ്ണാണ് കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ദച്ചിങ്കാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ദച്ചിങ്കാം ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദച്ചിങ്കാം ജമ്മു കാശ്മീരിലാണ്. ദച്ചിങ്കാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ സിക്കിമിലാണ്. സിക്കിം. ദിബ്രു സൈഖോവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ദിബ്രു സൈഖോവ ആസാമിലാണ്. ദിബ്രു സൈഖോവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആസാം. കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാം. ദിബ്രു സൈഖോവ ദേശീയോദ്യാനം ആസാമിലാണ്. കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും ആസാമിലാണ്. കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കോർബറ്റ് ദേശീയോദ്യാനം, ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. മാനസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മാനസ് ആസാമിലാണ്. ആസാം. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കേബിൾ ലംജാവോ മണിപ്പൂരാണ്. മണിപ്പൂർ. ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം? ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷമേത്? 1953-ആണ്. 1953 മെയ് 29-നാണ് ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ബോംഡില ചുരമാണ്. ബോംഡില ചുരമാണ് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ദിഫു ആണ്. ദിഫു. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ദിഫു.
കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ലോക്തക് തടാകത്തിലാണ് കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലോക്തക് തടാകമാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലച്ല ചുരമാണ്. ബാരാലച്ല ചുരം. കുളു താഴ്വരയെ ലാഹോൾ സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കുളു താഴ്വരയെ ലാഹോൾ സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം. ഇപ്പൊ ഏതൊക്കെ ചുരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്? ബോംഡില, ദിഫു, ബാരാലച്ല ചുരം, റോഹ്താങ് ചുരം, ബനിഹാൽ ചുരം. ഈ ചുരങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് സിന്ധു, കാളി നദികളാണ്. അടുത്തത് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? കാളി, ടിസ്റ്റ. അടുത്തത് കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ. കിഴക്കൻ ഹിമാലയം, ടിസ്റ്റ, ബ്രഹ്മപുത്ര. ഇപ്പൊ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയൻ, കിഴക്കൻ ഹിമാലയം. ഇപ്പൊ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു, കാളി എന്നീ നദികൾ. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? കാളി, ടിസ്റ്റ എന്നീ നദികളാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ടിസ്റ്റ, ബ്രഹ്മപുത്ര എന്നിവയാണ്. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത് പർവ്വതങ്ങൾ എന്നാണ്. എത്ര മീറ്ററിന് മുകളിലാണ്? 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങളാണ് പർവ്വതങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6-നാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് കമന്റ് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്ന്. അടുത്ത ചോദ്യം, മഗ്ന കാർട്ട രൂപം കൊണ്ടത് എവിടെയാണ്? മഗ്ന കാർട്ട രൂപം കൊണ്ടത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. ബ്രിട്ടൻ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26 നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3-ലാണ്. മൗലികാവകാശങ്ങൾ ഭാഗം 3. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് അത് നിലവിൽ വന്നത്? വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയാണ് നിലവിൽ വന്നത് 2002-ലാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2002. മൗലികാവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? മൗലികാവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം 21A ആണ്. 21A. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചതും അത് പ്രാബല്യത്തിൽ വന്നതും എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് 2009-ലാണ്. പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിലിലാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് 2009, അത് പ്രാബല്യത്തിൽ വന്നത് 2010. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നത്? കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നത് ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 24-ആണ്. അനുച്ഛേദം 24.
മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്ന അനുച്ഛേദം 32. ഇനി മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226 പ്രകാരമാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതി അതുപോലെ സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ സമീപിക്കാവുന്നത് അനുച്ഛേദം 32 പ്രകാരവും ഹൈക്കോടതികളെ സമീപിക്കാവുന്നത് അനുച്ഛേദം 226 പ്രകാരവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ലാണ്. ഭരണഘടനയുടെ ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളേവ? 42ാമത്തെ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ്. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരു തവണ മാത്രമാണ്. 1976 42ാം ഭേദഗതി പ്രകാരം ഒരു തവണ മാത്രമാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭരണഘടനയിൽ വരുത്തിയ ഒന്നാമത്തെ ഭേദഗതി നടന്ന വർഷം ഏതാണ്? ഭരണഘടനയിൽ വരുത്തിയ ഒന്നാമത്തെ ഭേദഗതി നടന്ന വർഷം ഏതാണ്? 1951. 1951. ഇന്ത്യയിൽ സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായിട്ട് നിലനിന്നു? ഇന്ത്യയിൽ സ്വത്തവകാശം തുടക്കത്തിൽ മൗലികാവകാശമായിരുന്നു. ഇപ്പോൾ അത് നിയമപരമായ അവകാശമാണ്. 1950 മുതൽ 1978 വരെ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എത്ര വർഷമാണ്? 28 വർഷം. 28 വർഷം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനായിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 368 ആണ്. 368. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ നിലവിൽ വരാൻ കാരണമായ ഭേദഗതികൾ ഏവ? പഞ്ചായത്ത് രാജ് എത്രാമത്തെ ഭേദഗതി? 73. നഗരപാലിക നിയമങ്ങൾ 74. 73, 74 ഭേദഗതികൾ പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ നിലവിൽ വന്നത്. ഏത് വർഷമാണ്? 1992. 1992. ചരക്കു സേവന നികുതി അഥവാ GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ചരക്കു സേവന നികുതി അഥവാ GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101ാം ഭേദഗതിയാണ്. 2016 101ാമത്തെ ഭേദഗതി പ്രകാരമാണ് ചരക്കു സേവന നികുതി നടപ്പിലാക്കിയത്. 101ാം ഭേദഗതി 2016. പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് നിയമം നിലവിൽ വന്ന വർഷം ഏത്? പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012 ആണ്. 2012. പോക്സോ നിയമപ്രകാരം കുട്ടിയായി പരിഗണിക്കപ്പെടുന്നത് ഏത് പ്രായത്തിന് താഴെയുള്ളവരെയാണ്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത്. പോക്സോ നിയമത്തിന്റെ നിരീക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഒരുക്കിയ സംവിധാനം ഏത്? പോക്സോ മോണിറ്ററിംഗ് സെൽ. 44ാം വകുപ്പ് പ്രകാരം. ഏതാണ്? 44ാം വകുപ്പ് പ്രകാരം പോക്സോ മോണിറ്ററിംഗ് സെൽ.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളി വനിതകൾ 3 പേരായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ആരുടെ വരവോട് കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭേദഗതി ഏത്? നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 106ാം ഭരണഘടനാ ഭേദഗതി, നാരി ശക്തി വന്ദൻ അധിനിയം. 106ാം ഭേദഗതി അനുസരിച്ച് സംവരണത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 106ാം ഭേദഗതി അനുസരിച്ചിട്ട് 15 വർഷമാണ് സംവരണം. 15 വർഷം. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. അന്തരീക്ഷത്തെ 5 പാളികളായി തരംതിരിച്ചിരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അന്തരീക്ഷത്തെ എത്ര പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 5 പാളികളായിട്ടാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. മീസോസ്ഫിയർ. മനുഷ്യൻ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും ആഴമേറിയ ഖനിയുടെ ഏകദേശം ആഴം എത്ര? മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഖനിയുടെ ഏകദേശ ആഴം 12 കിലോമീറ്റർ ആണ്. 12 കിലോമീറ്റർ. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയാണ്? സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ. അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണ്? അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്നും ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റ് ഏത്? മൺസൂൺ കാറ്റാണ്. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്നും ഇന്ത്യയിലേക്ക് വീശുന്നത് മൺസൂൺ കാറ്റ്. ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏത്? ത്രികോണാകൃതി. ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. മൗസീം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? മൗസീം എന്ന അറബി പദത്തിന്റെ അർത്ഥം ഘൃതുക്കൾ എന്നാണ്. ഘൃതുക്കൾ. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? 18ാം നൂറ്റാണ്ടോടെയാണ്. 18ാം നൂറ്റാണ്ട്. കേരള സിംഹം എന്നറിയപ്പെട്ടത് ആരാണ്? കേരള സിംഹം പഴശ്ശിരാജ. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30 ആണ്. 1805 നവംബർ 30. കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂരാണ്. നിലമ്പൂർ. കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ അഞ്ജലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ അഞ്ജലോസ് ഫ്രാൻസിസ്. മലയാളത്തിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാദ്രിയാണ്. അർണോസ് പാദ്രി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ എവിടെയൊക്കെയായിരുന്നു? കൊച്ചി, തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി.
ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്നത് മലബാർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി പ്രധാനമായും കൊച്ചി, തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ച വർഷം. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഏത് വർഷമാണ്? 1859. യോഗക്ഷേമ സഭയുടെ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തത്? യോഗക്ഷേമ സഭ വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട്. ചാന്നാർ കലാപം നടന്ന വർഷം? ചാന്നാർ കലാപം 1859. 1859. പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നവയാണ് കോഷിയോക്കർ, മരാസ്മസ് തുടങ്ങിയവ. കോഷിയോക്കർ, മരാസ്മസ്. കൊഴുപ്പിന്റെ ഒരു രൂപം ഏതാണ്? കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്തിൻ്റെ ഒരു രൂപമാണ് എന്ന് ചോദിച്ചു കാണാറുണ്ട്. എന്തിൻ്റെയാണ്? കൊഴുപ്പിന്റെ രൂപമാണ് കൊളസ്ട്രോൾ. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് കണ. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്നവ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു അയേണാണ്. അയൺ, ഇരുമ്പ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു കാൽഷ്യമാണ്. കാൽഷ്യം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എ, നിശാന്തത. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര് സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ സ്കർവിയാണ്. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റിസ്. ഇത് ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ബീഹാറിലെ ആറയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആര്? ബീഹാറിലെ ആറയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ തീയതി. മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ തീയതി 1857 ഏപ്രിൽ 8 ആണ്. 1857 ഏപ്രിൽ 8. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം വെള്ളൂർ കലാപമാണ്. 1806 വെള്ളൂർ കലാപം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. ഹിതകാരുണ്യ സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഹിതകാരുണ്യ സമാജം വീരേശലിംഗം പന്തുലു. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം? ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം. ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. കാരണം എന്താണ്? കോറിയോലിസ് ബലമാണ്. ഇരു അർദ്ധഗോളങ്ങളിലും, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. കാരണം കോറിയോലിസ് ബലം. 1804 ജോൺ വാരൻ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കർണാടകയിലെ പ്രദേശം ആരാണ്? ജോൺ വാരൻ. ഏത് വർഷം? 1804. പ്രദേശം ഏതാണ്? ഉറിഗമാണ്. ഉറിഗം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ PPP
പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിലുള്ള വിമാനത്താവളം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിലുള്ള വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളമാണ്. സിയ 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.